വത്തിക്കാനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ കർദിനാൾ സ്ഥാനാരോഹണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം കൊച്ചി രൂപത പിയാറോ ഫാദർ ജോണി സേവ്യർ തുടരുന്നുണ്ട്. ഫാദർ, ഈ സഭയെയും അവരുടെ പ്രാർത്ഥനകളെയും കൂട്ടിയോജിപ്പിക്കുന്ന വിജാഗിരിയായി സഭയുടെ രാജകുമാരനായാണ് നമ്മുടെ ഫാദർ ജോർജ് കൂവക്കാട് കൂടി എത്തുന്നത്. ഈ എത്രാമനായാകും അദ്ദേഹത്തിന്റെ എത്രാമതായിരിക്കും എന്നുള്ളത് അവിടുത്തെ ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പേരെഴുതിയിരിക്കുന്നത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ അവിടെ അവർ കർദിനാൾമാർ രാജകുമാരന്മാരായിട്ട് ധരിക്കാനുള്ള തൊപ്പിയും മോതിരവും അവർക്കുള്ള ഔദ്യോഗികമായിട്ട് അവർ അങ്ങനെ ആയി പ്രഖ്യാപിക്കുന്ന രേഖകളടങ്ങിയ ഔദ്യോഗിക രേഖകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കർദിനാൾ കൂവക്കാട്ട് അതിൻ്റെ ഓർഡർ അനുസരിച്ച് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹം 20ാമത്തെ ആളായിട്ടാണ്, സെക്കൻഡ് ലാസ്റ്റ് 20ാമത്തെ ആളായിട്ടാണ് സ്ഥാനം. കാരണം അത് 20ാമനായിട്ടാണ് ഔദ്യോഗികമായിട്ട് പേര് കാണുന്നത്. ആ ഓർഡർ തന്നെ അവിടെ ഫോളോ ചെയ്യാനാണ് സാധ്യത. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഫാദർ, ഇപ്പോൾ നടക്കുന്നത് ഈ വചന സന്ദേശമാണോ? വചന സന്ദേശം കഴിഞ്ഞു. അതിനെ തുടർന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: ഈ സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്ന കർദിനാൾമാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥന തുടരുന്നത്. പ്രാർത്ഥനകളെല്ലാം ഇപ്പോൾ ഇറ്റാലിയൻ ഭാഷയിൽ നിന്ന് മാറി ലത്തീൻ ഭാഷയിലാണ് നടക്കുന്നത്. റോമൻ കത്തോലിക്ക സഭയെയും എല്ലാവരെയും ശുശ്രൂഷിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇവർക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ കർദിനാൾ സ്ഥാനാരോഹണ ചടങ്ങുകളാണ് നമ്മൾ തത്സമയം കാണുന്നത്. ഇപ്പോൾ കൊച്ചി രൂപത പിയാറോ ഫാദർ ജോണി സേവ്യർ പറഞ്ഞതുപോലെ 21 പേരിൽ 20ാമനായാണ് നിലവിൽ അദ്ദേഹത്തിന്റെ പേര്. മാർ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ പേര് വന്നിരിക്കുന്നത്. അതനുസരിച്ചാകും അദ്ദേഹം അഭിഷിക്തനാവുക. വൈദികനായിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പുരോഹിതനാണ് ചങ്ങനാശ്ശേരി അതിരൂപത അംഗമായ മാർ ജോർജ് ജേക്കബ് കൂവക്കാട്. വത്തിക്കാനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒപ്പം ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ളതും. Jacobus Spengler, arciepiscopo portalegrense in Brasilia. Ignazio Bedovo, arciepiscopum avidanense. Ioannin Paolo Vesco, arciepiscopum allegerense. Domenico Giuseppe Mathieu, arciepiscopum teheranense. ഓരോരുത്തരുടെ പേര് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പേരിനനുസരിച്ച് പുതിയ രാജകുമാരന്മാർ, കത്തോലിക്ക സഭയിലെ രാജകുമാരന്മാർ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഓരോരുത്തരുടെ പേരിനനുസരിച്ച്. Arcipresbyterium Papalis Basilicae Santissimi Salvatoris e Sanctorum Ioannis Baptiste e Ioannis Evangelista Laterano. Franciscum Leo, Arciepiscopum Torontinenum. Rolandum Macricas, Arciepiscopum Titulo Tolentinum, Arcipresbyterum Coadjutorum Basilicae Papalis Santa Maria Maggiore. Nicolaum Bishop, Episcopus Santoro Petri Paule Melbourne. നമ്മൾ കാണുന്ന രാജകുമാരൻ ഏറ്റവും പ്രായം കുറഞ്ഞ കത്തോലിക്ക സഭയിലെ രാജകുമാരനാണ്. അദ്ദേഹം മെൽബണിലെ, ഓസ്ട്രേലിയ മെൽബണിലെ കർദിനാളായിട്ട് മാറുകയാണ്. ഇപ്പോ ഈ വത്തിക്കാനിൽ നടക്കുന്നത് ഫാദർ ജോണി സേവ്യർ പറഞ്ഞതനുസരിച്ച് ഇന്ന് നമ്മൾ ഇപ്പോൾ കൂവക്കാട്ട് പിതാവാണ് ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. ജോർജ് ജേക്കബ് കൂവക്കാട് പിതാവ്, നമ്മുടെ അഭിമാനം, അദ്ദേഹമാണ് ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് പേര് വിളിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇപ്പോൾ 21ാമൻ്റെ പേരും വിളിച്ചു കഴിഞ്ഞു. ഡൊമിനിക്കോ ബത്താലിയ എന്ന് പറയുന്ന ഇറ്റലിയിലെ തെക്കൻ നഗരമായ നാപ്പോളിയിലെ
കർദിനാളായാണ് അദ്ദേഹത്തിന് നാമകരണം കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഓരോരുത്തർക്കും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് പറഞ്ഞേൽപ്പിക്കുകയാണ്. In nomine Patris et Filii et Spiritus Sancti. വത്തിക്കാനിലെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നവരുടെ പേര് പറയുകയാണ് മാർപ്പാപ്പ. ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും.